സുഹൃത്തുക്കളെ, മറയൂരാണ് നമ്മളിപ്പോൾ ഉള്ളത്. മൂന്നാറിൽ നിന്നും ഉദുമൽപ്പെട്ട റൂട്ടിൽ 40 കിലോമീറ്ററുകൾ, അതുപോലെ മനോഹരമായ വനമേഖലയും തേയിലത്തോട്ടങ്ങളും പിന്നിട്ടുമ്പോൾ എത്തിച്ചേരുന്ന പ്രധാന ടൗണാണ് ഈ മറയൂർ. മറയൂർ എന്നാൽ ചന്ദന വനങ്ങൾക്ക്, റിസർവ് ചന്ദന ഫോറസ്റ്റുകൾക്ക് കേൾവിയേറ്റ സ്ഥലമാണ്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ചന്ദന വനത്തിലൂടെയാണ് വാഹനം ഓടിച്ച് വരുന്നത്. പിന്നീട് ഈ മറയൂർ എന്ന് വെച്ചാൽ മറയൂർ ശർക്കരയ്ക്ക് പേരുകേട്ട സ്ഥലമാണ്. അനുഗ്രഹീതമായ ഗ്രാമഭംഗിയും അതുപോലെ തന്നെ സിനിക് ബ്യൂട്ടിയും ഒത്തിണങ്ങുന്ന വളരെ മനോഹരമായ തമിഴ് വംശജർ ഭൂരിപക്ഷമുള്ള കേരളത്തിലെ ഒരു പ്രധാന ഗ്രാമപഞ്ചായത്താണ് മറയൂർ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ നമുക്ക് താമസിക്കുന്നതിന് റിസോർട്ടുകളും ഹോം സ്റ്റേകളും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ആവശ്യമായ റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഈ മറയൂർ ടൗണിൽ തന്നെ ലഭ്യമാണ്. ഇവിടെ നിന്നും സ്പൈസസും അതുപോലെ തന്നെ തേയില, മറയൂർ ശർക്കര എന്നിവ നമുക്ക് ആവശ്യാനുസരണം കടകളിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ മറയൂർ ശർക്കര അത് നിർമ്മിക്കുന്ന സ്ഥലത്ത് തന്നെ പോയി അതെല്ലാം നേരിട്ട് കണ്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മൾ മൂന്നാർ ട്രിപ്പിൻ്റെ ഭാഗമായി ഇവിടെ വന്ന് ഈ മറയൂരിൽ തന്നെ ചന്ദന ടൂറിസ്റ്റ് ഹോം എന്ന ഹോട്ടലിൽ റൂമെടുത്ത് ഒരു ദിവസം താമസിച്ചു. ഇവിടെ നിന്ന് കിഴക്കോട്ട് കാന്തല്ലൂരിന് 13 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ റൂട്ടിൽ തന്നെ മുനിയറ, അതുപോലെ തന്നെ വിശാലമായ കരിമ്പിൻ പാടങ്ങൾ, ശർക്കര ഫാക്ടറികൾ, അതുപോലെ തന്നെ മനസ്സിന് മനം മയക്കുന്ന പ്രകൃതി ഭംഗി, ഇവയെല്ലാം ഒത്തിണങ്ങുന്ന അതാണ് ഈ മറയൂർ. ചന്ദനവനം നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ചന്ദനവനം ഉള്ളത് ഈ മറയൂർ ഏരിയയിലാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ചന്ദന വനത്തിലൂടെയാണ് പോകുന്നത്. ഈ റോഡിന് ഇരുവശവും കാണുന്നത് ചന്ദനമരങ്ങളാണ്. ഇത് സംരക്ഷിത മേഖലയാണ്. ഇതിലെ പോകുമ്പോൾ വാഹനം നിർത്തി ഇറങ്ങുന്നതും മറ്റും കുറ്റകരമാണ്. എന്നാൽ നമുക്ക് ഈ ചന്ദന മരങ്ങളുടെ ശീതളിമയിൽ ഈ മനോഹരമായ റോഡിലൂടെ വാഹനം ഓടിച്ച് പോകുന്നത് തന്നെ മനസ്സിന് കുളിർമയേകുന്ന ഒന്നാണ്. അങ്ങനെ ഈ ചന്ദനമരത്തിൻ്റെ കാഴ്ചകൾ എല്ലാം കണ്ടു. നമ്മൾ ഒരു ദിവസം മൊത്തവും ഈ ഭാഗം മൊത്തവും ചുറ്റിക്കറങ്ങി. വളരെ നല്ല ഒരു അനുഭവമാണ് നമുക്ക് മറയൂർ സമ്മാനിച്ചത്. മൂന്നാർ വരുമ്പോൾ ചിലവ് കുറഞ്ഞ റൂമുകളും മറ്റും കിട്ടുന്ന ഒരിടം കൂടിയാണ് മൂന്നാർ. പിന്നെ അതുപോലെ നല്ല അണിയിച്ചൊരുക്കിയിട്ടുള്ള ഹോം സ്റ്റേകൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിവിടെ ലഭ്യമാണ്. ഈ ചന്ദനവനത്തിനുള്ളിൽ തന്നെ ഒരു പാർക്ക് ലഭ്യമാണ്. പാർക്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് പ്രവേശനം കിട്ടും. കയറി ചന്ദനമരത്തിൻ്റെ ശീതളിമയിൽ നമുക്കിരുന്ന് വിശ്രമിക്കാം. അതുപോലെ തന്നെ രാവിലേക്ക് ഇറങ്ങി വന്നാൽ ഇവിടെ മാന്, മ്ലാവ്, കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളെ നമുക്ക് രാവിലെ തന്നെ കാണാൻ സാധിക്കും. രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല കുളിർമയുള്ള മഞ്ഞും അതുപോലെ തന്നെ മലമടക്കുകളിൽ മഞ്ഞൊഴുകുന്നതും മറ്റും നേരിട്ട് ദർശിക്കാം. അപ്പോൾ നമ്മൾ ഉദുമൽപേട്ട റൂട്ടിൽ മൂന്നാറിൽ നിന്ന് എത്തുമ്പോൾ തന്നെ എത്തുന്നതോടൊപ്പിച്ച് ഒരു 10 കിലോമീറ്ററോളം ഈ ചന്ദന വനങ്ങളാണ്. നമുക്ക് ഇവിടെ ഇറങ്ങി ചന്ദനം ഒടിക്കുന്നതൊക്കെ കുറ്റകരമാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചന്ദന തൈകൾ വില കൊടുത്ത് വാങ്ങിക്കാം. ചന്ദന തൈകൾ അവരുടെ പാസ്പോർട്ട് കൂടി വില കൊടുത്ത് വാങ്ങിച്ച് കൊണ്ടുപോയി നമ്മുടെ പറമ്പുകളിൽ നടാവുന്നതാണ്. പക്ഷേ അത് മുറിക്കുന്നതിന് പ്രത്യേക അനുമതി വാങ്ങിച്ച് മാത്രമേ നമുക്കത് മുറിക്കാൻ സാധിക്കും. ഫോറസ്റ്റ് വകുപ്പാണ് അതിന് നമുക്ക് അനുമതി തരേണ്ടത്.
മനോഹരമായ കാഴ്ചകളായിരുന്നു എങ്ങും നമുക്ക് ദർശിക്കാനായത്. ചന്ദനവനം കണ്ടുകൊണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ മറയൂർ ടൗണിൽ നിന്നും ഒരു 10 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ പ്രസിദ്ധമായ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ എത്തിച്ചേരാം. അവിടെ നമുക്ക് ഫോറസ്റ്റിൻ്റെ വകയായിട്ട് ട്രെക്കിങ്ങും മറ്റ് സൗകര്യങ്ങളുമുണ്ട്. വനവിഭവങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ഈ മറയൂരിൽ നിന്ന് നേരെ ഉദുമൽപ്പെട്ട റൂട്ടിൽ 10 കിലോമീറ്ററും കൂടെ പോകണം. പോകുമ്പോൾ അവിടെ ഫോറസ്റ്റിൻ്റെ വിവിധ പരിപാടികൾ സഞ്ചാരികൾക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. ഇന്ന് ഈ യാത്രയിൽ നമ്മൾ അങ്ങോട്ട് പോയില്ല, പക്ഷെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. വഴിയൊക്കെ ഇടുങ്ങിയതാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇതിലേ വരുമ്പോൾ യാത്ര ചെയ്യാൻ. 2 വാഹനങ്ങൾ കഷ്ടിച്ച് കടന്നു പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ. എന്നാൽ റോഡൊക്കെ നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മറയൂരിൽ നിന്നും ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്കും ഇവിടുന്ന് ഈ വഴി തന്നെ നമുക്ക് വേണമെങ്കിൽ പൊള്ളാച്ചി, പളനി, അതുപോലെ പൊള്ളാച്ചി വഴി നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ ആതിരപ്പള്ളിയിലേക്കും എല്ലാം നമുക്ക് പോകാൻ കഴിയും. ഒരിക്കൽ ഞങ്ങൾ വന്നിട്ട് ഈ മറയൂർ താമസിച്ചിട്ട് തിരികെ വന്നത് പൊള്ളാച്ചി വഴി മറ്റേ ആളിയാർ ഡാം വഴി ഇങ്ങനെ കയറി നമ്മുടെ ഇത് വഴിയാണ് വന്നത്, ആതിരപ്പള്ളി വഴിയാണ് തിരികെ വന്നത്. അതൊരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു. അപ്പം അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ടൂർ പ്ലാൻ ചെയ്യാം. ഒരു ദിവസം മൂന്നാർ, ഒരു ദിവസം മറയൂർ, പിന്നെ അങ്ങനെ കറങ്ങി നമുക്ക് ഇങ്ങനെ വരാം. പൊള്ളാച്ചി വഴി ആതിരപ്പള്ളി റൂട്ടിൽ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് തിരികെ വരാവുന്നതാണ്. പിന്നെ ഇവിടുന്ന് കാന്തല്ലൂർ പോയും വേണമെങ്കിൽ താമസിക്കാം. കാന്തല്ലൂർ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള താമസ സൗകര്യവും മഡ് ഹൗസും എല്ലാം നമുക്ക് ലഭ്യമാണ്. ചന്ദനമരത്തിൻ്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശർക്കരയ്ക്ക് പേരുകേട്ട സ്ഥലമാണ് മറയൂർ. അതിനാൽ തന്നെ ഇവിടെ എല്ലായിടത്തും അതിവിശാലമായ കരിമ്പിൻ തോട്ടങ്ങൾ ഇങ്ങനെ പ്രഭാതത്തിലെ മഞ്ഞിൽ കുളിച്ച് ഇങ്ങനെ തണുത്ത് വിറച്ച് നിൽക്കുന്നത് പോലെ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചാനുഭവമായി നിൽക്കുന്നത് കാണാം. അരികിലുള്ള മലമടക്കുകളിൽ നിന്നും മഞ്ഞുമേഘങ്ങൾ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി മനോഹരമായ കാഴ്ചകൾ തീർക്കുന്നു. ഇതിനടുത്ത് തന്നെയുള്ള മറയൂരിനടുത്തുള്ള കരടിക്കുഴി വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നാൽ നമുക്കിവിടെ പൈസ കൊടുത്തിട്ട് കുളിക്കുവാനുള്ള സൗകര്യവും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നതാണ്. ഇവിടെ നിന്ന് വനവിഭവങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ഔട്ട്ലെറ്റും ഇവിടെ തന്നെ ഉണ്ട്. ഈ കരടിക്കുഴി വെള്ളച്ചാട്ടം വളരെ നല്ല ഒരു കാഴ്ചാനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ വന്ന് ജസ്റ്റ് നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് ഇവിടെ നിന്നൊരു ചായയും ഒരു സ്നാക്സും ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ചില്ലായിട്ട് നമുക്ക് പോകാം. ഇത് മറയൂരിൽ നിന്നും ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കരടിക്കുഴി വെള്ളച്ചാട്ടമുള്ളത്. പോകുന്ന വഴിയിലെല്ലാം വനത്തിനകത്തും റോഡ് സൈഡിലുമെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം. പിന്നീട് നമ്മൾ ശർക്കര ഫാക്ടറി സന്ദർശിച്ചു. ഈ കരിമ്പിൻപാടത്തിന് സൈഡിൽ തന്നെ ധാരാളം ശർക്കര ഫാക്ടറികൾ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കണ്ട ഒരു ശർക്കര ഫാക്ടറിയിൽ നമ്മൾ കയറി
കരിമ്പിൻ ജ്യൂസ് വാങ്ങിച്ച് കഴിച്ചു. ഈ കരിമ്പൊക്കെ ഇവിടുന്ന് തന്നെ കൊയ്തെടുത്ത് കൊണ്ടുവന്ന് ഈ ഫാക്ടറിയിട്ട് ചതച്ച് നീരാക്കി ഈ കാണുന്ന വലിയ ചെമ്പിലിട്ട് ആറ്റിക്കുറുക്കി ശർക്കരയാക്കുന്ന വിദ്യ നമുക്ക് നേരിൽ കാണാൻ സാധിച്ചു. ഇവിടെ നിന്ന് ശർക്കര വാങ്ങിക്കുവാനും കഴിഞ്ഞു. ഏതാണ്ട് 150 കിലോയോളമാണ് ഒരേ സമയം ഇവരിങ്ങനെ ആറ്റിക്കുറുക്കി ഈ ചട്ടുകം വെച്ച് ഇങ്ങനെ ഇളക്കി അത് റെഡിയാക്കി എടുക്കുന്നത്. ധാരാളം തൊഴിലാളികളുടെ അധ്വാനമാണ് ഇതിന് പുറകിൽ. ഇങ്ങനെ കരിമ്പിൻ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കരിമ്പ് ഇവിടെ തന്നെ മെഷീനിൽ ചാറാക്കി അതിങ്ങനെ ഉണ്ടാവിലിട്ട് ആറ്റിക്കുറുക്കി നമുക്ക് ശർക്കരയുടെ രൂപത്തിൽ ഇവിടെ തന്നെ ലഭ്യമാണ്. ഇവിടുന്ന് ബാക്കിയുള്ളവ ഇവിടുന്ന് കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും ഗ്രാമഭംഗി തുളുമ്പുന്ന മനോഹരമായ കാഴ്ചകൾ മാത്രമായിരുന്നു നമുക്ക് സമ്മാനിച്ചത്. മലമടക്കുകളിൽ മഞ്ഞ് പെയ്തിറങ്ങുന്ന പ്രഭാതത്തിലെ കാഴ്ച അതും കൃത്യമായ ഒരു അനുഭവമായിരുന്നു. എല്ലാം കൊണ്ടും വളരെ മനം നിറയ്ക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ മറയൂരിൽ നിന്ന് ലഭ്യമായത്. ഇത് മറയൂരിൻ്റെ ഔട്ടർ സൈഡുകളിൽ ഉള്ള തേയിലത്തോട്ടങ്ങളാണ്. ചന്ദനവനം, തേയിലത്തോട്ടം, കരിമ്പിൻ പാടങ്ങൾ, ശർക്കര, സ്പൈസസ്, പിന്നെ നല്ല തണുപ്പത്ത് ശാന്തസുന്ദരമായ അന്തരീക്ഷവും താമസവും ഇതാണ് നമുക്ക് മറയൂർ സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾ ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ മറയൂരിനോട് വിട പറഞ്ഞ് മൂന്നാറിലേക്ക് യാത്രയായി. അപ്പോൾ അവിടെ നിന്നും നമ്മൾ തിരികെ മൂന്നാറിലേക്ക് വരുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് മടങ്ങി വരുന്ന വഴിയിൽ മഞ്ഞ് വന്ന് നമ്മുടെ കാഴ്ചകളെ മറയ്ക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കുളിരുള്ള അന്തരീക്ഷത്തിൽ ഈ മഞ്ഞിൻകണങ്ങൾ നുകർന്നുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ മൂന്നാറിനെ ലക്ഷ്യമാക്കി തുടർന്നുകൊണ്ടേയിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലെ കൂടെ ഉദുമൽപ്പെട്ട്, പൊള്ളാച്ചി എന്നീ സ്ഥലങ്ങളിലേക്ക് KSRTCയും മറ്റു പ്രൈവറ്റ് ബസ്സുകളും എല്ലാം ലഭ്യമാണ്. കേരളത്തിലെ തമിഴ്നാടാണ് ശരിക്കും ഈ മറയൂർ എന്ന് പറയുന്ന ഗ്രാമം. മൂന്നാറും അതുപോലെ തന്നെ ഭൂരിപക്ഷവും തമിഴ് സംസാരിക്കുന്നവരാണ്. പണ്ടിവിടെ തോട്ടങ്ങളിൽ പണിക്കായിട്ടെത്തിയ തമിഴ് വംശജർ ഇവിടെ കുടിയേറി പാർത്ത് അങ്ങനെ അവർ കേരളത്തിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ്. മലയാളം ഒരു മലയാളവും അറിയാം, തമിഴും അറിയാം. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. കടകളിലെല്ലാം ഇതുപോലെ തമിഴ് ആൾക്കാരാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നിടത്തെല്ലാം ഉള്ളത്. ഇങ്ങനെ മഞ്ഞുതുള്ളികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മുടെ വാഹനം പതുക്കെ മറയൂരിൽ നിന്നും ഈ ഉദുമൽപ്പെട്ട ഹൈവേ വഴി മൂന്നാറിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടേയിരുന്നു.
ഇടയ്ക്കു കണ്ട മനോഹരമായ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ വാഹനം മെല്ലെ നിർത്തി ഈ മഞ്ഞത്ത് വെളിയിലിറങ്ങി മഞ്ഞ് കൊള്ളാൻ തീരുമാനിച്ചു. എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ ചെറിയ ചാറ്റമഴ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധിക സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ സാധിച്ചില്ല. എന്നാലും കിട്ടിയ അവസരം കൊണ്ട് ഈ മഞ്ഞുതുള്ളികൾ മനസ്സും ശരീരം ആവാഹിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായ ഒരു മുഹൂർത്തം കാണാൻ നമുക്ക് സാധിച്ചു. പുറത്ത് അല്പം വെളിച്ചം കണ്ടു തുടങ്ങിയപ്പോൾ നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഈ തേയിലത്തോട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് കുറച്ചു നേരം ഇവിടെ ചിലവഴിച്ചു. വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. സൂപ്പർ, ഒന്നും പറയാനില്ല. പ്രകൃതിയുടെ മനോഹര ദൃശ്യചാരുത, പച്ചപ്പ് വിരിഞ്ഞു കിടക്കുന്ന തേയിലത്തോട്ടത്തിന് മുകളിലൂടെ ഇങ്ങനെ മഞ്ഞുതുള്ളികൾ മഞ്ഞിൻ കണങ്ങളായി പെയ്തിറങ്ങിയപ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ കുളിർമയായി.